ഇറാനിലെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ? പുറത്തുവരുന്ന പുതിയ സർവേ ഫലങ്ങൾ നൽകുന്ന ഉത്തരം ഇല്ല എന്നാണ്. US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന സൈനിക നീക്കത്തിന് കേവലം കാൽഭാഗം അമേരിക്കക്കാരുടെ പിന്തുണ മാത്രമാണ് ഉള്ളതെന്ന് റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ വ്യക്തമാക്കുന്നു. 43% അമേരിക്കക്കാരും ഈ യുദ്ധത്തെ എതിർക്കുമ്പോൾ 29% പേർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു അഭിപ്രായം തന്നെയില്ല. സംഘർഷത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് നടത്തിയ സർവേയിലാണ് ഈ കുറഞ്ഞ പിന്തുണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ യുദ്ധത്തെ പിന്തുണയ്ക്കില്ല എന്ന് ഭരണകക്ഷിയായിട്ടുള്ള 42% റിപ്പബ്ലിക്കൻ അനുഭാവികൾ പോലും വ്യക്തമാക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ഇതൊരു വീഡിയോ ഗെയിം അല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കൻ സൈനികർക്ക് പുറമെ ഇറാനിലും ഇസ്രയേലിലും അടക്കം നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരാണ് ഈ സൈനിക നീക്കത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്കും അനന്തമായ യുദ്ധങ്ങൾക്കും അറുതി വരുത്തും എന്ന് പ്രഖ്യാപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോഴത്തെ ഈ യുദ്ധനീക്കം അദ്ദേഹത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ഇന്ധനവില വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിനുള്ള പിന്തുണ ഇനിയും കുറയുമെന്ന് സർവേ പറയുന്നുണ്ട്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ജനതയുടെ ഈ അതൃപ്തി വലിയ രീതിയിൽ തന്നെ ഒരു പക്ഷേ പ്രതിഫലിച്ചേക്കാം. യുദ്ധത്തിൽ വെനസ്വേലയിലൊക്കെ കണ്ടതുപോലെ പെട്ടെന്നുള്ളൊരു സമ്പൂർണ്ണ ആധിപത്യം നേടാനായില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനതയുടെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമെന്നാണ് ഈ കണക്കുകൾ നൽകുന്ന വ്യക്തമായ സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.